അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. അല്ലാഹു ആദരിച്ച സൃഷ്ടി. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യനെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവന് വലിയ മൂല്യമാണ് വിശുദ്ധമായ ഇസ്ലാം നൽകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 5 നേരം നാം മുന്നിടുന്ന പരിശുദ്ധമായ കഅബയാകുന്ന ഖിബല, ആ കഅബ ശരീഫിനുള്ള സ്ഥാനത്തേക്കാൾ മഹത്വത്തേക്കാൾ വലിയ സ്ഥാനമാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യന് നൽകുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതൂഫു ബിൽ കഅബ. അല്ലാഹുവിന്റെ റസൂൽ കഅബയെ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ويقول ما أطيبك وأطيب ريحك ما أعظمك وأعظم حرمتك. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയോട് പറയാൻ, മാ അത്യബകി, നീ വളരെ സുന്ദരമാണ്, വ അത്യബകി വ അത്യബ റീഹകി, നല്ല സുഗന്ധപൂരിതമാണ്, മാ അഅദമകി വ അഅദമ ഹുർമതകി, വലിയ പരിശുദ്ധവും പരിപാവനവുമാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിന്റെ നഫ്സ് ആരുടെ കൈകാര്യത്തിലാണോ അല്ലാഹുവിന്റെ തന്നെ സത്യം, ലഹുർമത്തുൽ മുഅ്മിനി അഅദമു ഇൻദല്ലാഹി ഹുർമതൻ മിൻ കിമാലിഹി വദമി വഅന്ന ظن به ഇല്ലാ ഖൈറാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ സ്ഥാനം, ഒരു വിശ്വാസിയുടെ സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കൽ, ആ ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ സമ്പത്തും അതുപോലെ രക്തവും അല്ലാഹുവിന്റെ അടുക്കൽ അതിനുള്ള സ്ഥാനം നിന്റെ സ്ഥാനത്തേക്കാൾ കഅബയേക്കാൾ ഉന്നതമായ ബഹുമാനമാണ്, ബഹുമതിയാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിശ്വാസിക്കുള്ളത്, മനുഷ്യനുള്ളത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി അവസാനം പറഞ്ഞു, വനദുന്ന ബിഹി ഇല്ലാ ഖൈറാ, ഒരു മനുഷ്യനെ കുറിച്ച് നീ നന്മയല്ലാതെ ഭാവിക്കരുത്, ഒരാളെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ കഅബയേക്കാൾ മൂല്യം മനുഷ്യന്റെ ജീവനാണ്. അതുകൊണ്ട് തന്നെയാണ് അകാരണമായി ഒരാളും കൊല ചെയ്യപ്പെടാൻ പാടില്ല, കൊല്ലപ്പെടാൻ പാടില്ല എന്നത് വിശുദ്ധമായ ദീനിന്റെ ശാസനയാണ്. ആരെങ്കിലും അങ്ങനെ ഒരാളെ കൊലപാതകം നടത്തിയാൽ, ഒരാളെ കൊന്നുകളഞ്ഞാൽ അവൻ മനുഷ്യരാശിയെ മുഴുവനും കൊന്നവനെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 32-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല الناس ജമീഅ ومن أحياها فكأنما أحيا الناس جميعا. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്, ഭൂമിലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊല ചെയ്താൽ ഫകഅന്നമാ ഖതല الناس ജമീഅ, ഭൂമിലോകത്തുള്ള സർവ്വജനങ്ങളെയും മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അവൻ. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഇനി ആരെങ്കിലും ഒരാൾക്ക് അവന്റെ പ്രയത്നം കൊണ്ട് ഒരാൾക്ക് ജീവൻ നൽകിയാൽ, ജീവിതം നൽകിയാൽ, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ജീവൻ നൽകിയവന് തുല്യമാണ്, ജീവൻ നൽകിയവനെ പോലെയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. കൊലപാതകം എന്ന് പറയുന്നത് മഹാപാപമാണ്. സബഉൽ മുബിഖാത്തിൽപ്പെട്ട ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട 7 പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് കൊലപാതകം.
കുഫർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ട് തന്നെ ഒരാൾ കൊലപാതകം ചെയ്താൽ ആ കൊലപാതകിയോട്, കൊലയാളിയോട് പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ട്. അൽ-ഖത്ലു ദുൽമൻ അക്ബറുൽ കബായിർ ബഅദൽ കുഫ്രി. കുഫറിന് ശേഷം ഏറ്റവും വലിയ തെറ്റ് അത് കൊലപാതകമാണ്. യജിബു ബിഹിൽ ഖിസാസ്. അതുകൊണ്ട് കൊലപാതകം നടത്തിയവനെ പകരം കൊല്ലുക എന്നുള്ളതാണ് നിയമം. ശരിയാണ്. കൊലപാതകിയായ ആള് കൊലയാളിയെ പകരം കൊല്ലണമെന്നാണ് നിയമം. ചരിത്രത്തിലെമ്പാടും അതിന് ഉദാഹരണങ്ങളുണ്ട്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്തിന്റെ അധികാരിയായിരിക്കുന്ന സമയം യമനിലെ സനആ, ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ വിഷ്വൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന യമനിലെ സനആയിൽ തന്നെയാണ് സംഭവം നടക്കുന്നത്. അവിടെ ഒരു കുട്ടി കൊല ചെയ്യപ്പെടുകയാണ്. ആ കുട്ടിയെ കൊന്നു കളയുന്നത് അവന്റെ സ്വന്തം അമ്മയും അതുപോലെ തന്നെ കാമുകന്മാരുമാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ പെണ്ണിന് ആ നാട്ടിൽ ഒരുപാട് കാമുകന്മാരുണ്ടായിരുന്നു. കുട്ടി ജീവിച്ചിരിക്കുന്നത് തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിയ അവർ ആ കുഞ്ഞിനെ കൊന്നു കഷ്ണങ്ങളാക്കി ഒരു പൊട്ടക്കിണറ്റിൽ താഴ്ത്തി. ഇപ്പോൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിഷയത്തിൽ ഏകദേശം സമീകൃതമാണ്, സമാനമായ സംഭവമാണ്. ഇവിടെ പൊട്ടക്കിണറ്റിന് പകരം ടാങ്കിലാണ് താഴ്ത്തിയതെന്ന് മാത്രം. ഏതായാലും കഷ്ണങ്ങളാക്കി പൊട്ടക്കിണറ്റിൽ ചാർത്തി ദുർഗന്ധം കൊണ്ടാണ് തലാൽ മഹദിയെ എന്നയാളെ കൊല ചെയ്യപ്പെട്ടത് അറിഞ്ഞതെങ്കിൽ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് പച്ച നിറത്തിലുള്ള ഈച്ചകൾ പോകുന്നത് കാണുമ്പോഴാണ് ആളുകൾ കുട്ടി മരിച്ചത് കൊലപാതകം മനസ്സിലാക്കി എടുക്കുന്നത്. അങ്ങനെ നീണ്ട അന്വേഷണങ്ങളൊക്കെ നടത്തി അന്വേഷണങ്ങൾക്കിടയിൽ കുഞ്ഞിന്റെ ജഡം കണ്ടെത്തി. ആ സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമൂലമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണത്തിൽ കുറ്റവാളികളെ എല്ലാം കണ്ടെത്തി. അങ്ങനെ അവരെ എല്ലാവരെയും ഖിസാസ് നടത്തി. 7 ആളുകളുണ്ടായിരുന്നു. 7 ആളുകളെയും കൊന്നുകളഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ലവിസ്തറക ഫീഹി അഹ്ലു സനആ അല ഖതലഹും. സനആ പ്രവിശ്യയിലുള്ള ആളുകൾ മുഴുവനും ആ കൊലപാതകത്തിൽ പങ്കെടുത്തിരുന്നാൽ അവരെ മുഴുവനും ഞാൻ കൊല്ലുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കൊലയ്ക്ക് പകരം കൊല എന്ന് തന്നെയാണ് നിയമം. കൊലയ്ക്ക് പകരം കൊലയാണ് ശിക്ഷയെങ്കിലും കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് ഒന്നും വാങ്ങാതെ മാപ്പ് നൽകിയവരെ പറഞ്ഞയക്കാം. വിശുദ്ധമായ ഇസ്ലാം നൽകുന്ന ഒരു ആനുകൂല്യമാണ്. ബ്ലഡ് മണി ഒന്നും വാങ്ങാതെ, ദയാധനമൊന്നും വാങ്ങാതെ വെറുതെ മാപ്പ് നൽകി പറഞ്ഞയക്കാം. അല്ലെങ്കിൽ ദിയാധനം ഏറ്റുവാങ്ങി ബ്ലഡ് മണി വാങ്ങി ഒഴിവാക്കാനും അവകാശമുണ്ട്. അത് വിശുദ്ധമായ ഇസ്ലാം നൽകുന്ന ആനുകൂല്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റായി നടക്കുന്ന ചർച്ചയിൽ കേരളത്തിലെ തലമുതിർന്ന ഒരു പണ്ഡിതൻ ആ വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ വളരെ വലിയൊരു വിഭാഗം എന്തിനാണ് അങ്ങനെ ഒരു കുറ്റവാളിക്ക് വേണ്ടി ഓശാന പാടുന്നത്, അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തിനാണ് പുറപ്പെടുന്നത് എന്നൊക്കെ ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമകാലിക പ്രസക്തിയെ നാം വായിച്ചെടുക്കേണ്ടത്. തന്നോട് ആക്രമം കാണിച്ചവര് പുറത്തു കൊടുക്കാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവം. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹു പറയാൻ, അഫ്ളലുൽ അഖ്ലാഖി അൽ മുഅ്മിനുൽ അഫ്വ. ഒരു മുഅ്മിനിന്റെ ഏറ്റവും ഉന്നതമായ സംസ്കാരം എന്താണെന്ന് അറിയോ? സ്വഭാവം എന്താണെന്ന് അറിയോ? അത് അവന് മാപ്പ് നൽകാൻ കഴിയുക എന്നതാണ്. അവനെ വേദനിപ്പിച്ച വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികളെ കൊണ്ടോ വേദനിപ്പിച്ച ആളുകൾക്ക് മാപ്പ് നൽകാൻ കഴിയുക എന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ സ്വഭാവമെന്ന് മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. അതേപോലെ തന്നെ മഹാനായ ഹനഫ് റഹിമഹുല്ലാഹ് ഇമാം അഹ്നഫ് എന്നവരോട് ചോദിക്കുകയാണ്, മൽ ഇൻസാനിയ, മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, മാനവികത എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനവറുകൾ പറയുന്നു, നീ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോ, നിനക്ക് വലിയ സ്വാധീന ശക്തി ഉണ്ടാകുമ്പോ, ഉന്നതമായ നിലയിൽ നിൽക്കുമ്പോ വിനയാന്വിതനായി മാറുക, അത് ഉന്നത മനുഷ്യത്വമാണ്.
പകരം വീട്ടാൻ പ്രതികാരം ചെയ്യാൻ നിനക്ക് കഴിവുണ്ടാകുമ്പോ നീ മാപ്പ് നൽകുക, ഇളവ് നൽകുക, അഫ്വ് നൽകുക എന്നത് അത് മനുഷ്യത്വമാണ്. നിനക്ക് സാമ്പത്തികമായ ശോഷണങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ കൊടുക്കുക, അതാണ് മനുഷ്യത്വമെന്ന് മഹാനായ ഇമാം അഹ്മദ് പഠിപ്പിക്കുകയാണ്. കൊലപാതകം ചെയ്ത ആളാണെങ്കിലും അല്ലാതെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെടുത്തിയ ആളാണെങ്കിലും അവർക്ക് മാപ്പ് നൽകുക എന്നത് ഏറ്റവും ഉദാത്തമായ സ്വഭാവമാണ്. അത് പ്രവാചകന്മാരുടെ സ്വഭാവമാണ്. നിങ്ങളൊക്കെ അറിയില്ലേ, മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം എത്ര വലിയ പീഡനങ്ങളാണ്, പീഡനങ്ങളുടെ വൈതരണികളാണ് തരണം ചെയ്യേണ്ടി വന്നത്. കൂടെയുള്ള സ്വഹാബത്തിന് അനുയായികളെ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്. അങ്ങനെ അതാണ് പിറന്ന നാടും വീടുമെല്ലാം വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് പതിനായിരക്കണക്കിന് വരുന്ന സഹാബത്തുമായി മക്ക ഫത്ഹിന്റെ അന്ന് മക്കയെ മോചിപ്പിച്ചെടുത്ത് തിരിച്ചു വരുമ്പോൾ ലോകത്ത് സമാനതകളില്ലാത്ത വിട്ടുവീഴ്ചയുടെ മാപ്പ് കൊടുക്കലിന്റെ സമാനതകളില്ലാത്ത അധ്യായമാണ് എഴുതി ചേർക്കുന്നത്. മക്കയിലുള്ള ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദേ നീ മന്നിനാണ്, ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളെ നീ ഉപദ്രവിക്കരുത്, എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഖുറൈശികൾ ആവലാതി പറയുമ്പോ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖമാ ഖാല അഖി യൂസുഫ് ലാ തത്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇന്ന് ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, ഞാനൊന്ന് വിരൽ ചൊടിച്ചാൽ ഈ കാണുന്ന ആളുകളെ മുഴുവനും നിഷ്ഫലമാക്കാൻ കഴിയും. പക്ഷേ മുത്ത് റസൂലുള്ളാഹി പറയുന്നത്, ഖമാ ഖാല അഖി യൂസുഫ്, എന്റെ സഹോദരനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ലാ തത്രീബ അലൈക്കുമുൽ യൗം, ഇന്ന ദിവസം നിങ്ങളോട് ഒരു പ്രതികാരം എടുക്കാനും ഞാൻ മുതിരുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ, അർഹമുർ റഹീമായ റബ്ബ് നിങ്ങൾക്ക് പുറത്തു നൽകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ചയുടെ മകുട ഉദാഹരണമാണ് കാരുണ്യത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. ചരിത്രത്തിലെ എമ്പാടും സംഭവങ്ങളല്ലേ വിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ നിർണായകമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം വേദനിച്ച സങ്കടപ്പെട്ട സമയമാണ് ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം. അവിടുത്തെ പ്രതിർവനായ മുസ്ലിം ഉമ്മത്തിന്റെ നായകനായ മഹാനായ സയ്യിദ് ശുഹദാ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ മൃഗീയമായി കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി. അതുപോലെ അവയവങ്ങളെ വായിലിട്ട് ചവച്ചു തുപ്പിയ രംഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. അങ്ങേയറ്റം വളരെ വേദനയോടെ റസൂലുള്ളാഹി കാണുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു, വല്ലാഹി ലം തലൻ ബിസബഈന മിൻഹും, ശത്രുക്കളിൽ നിന്ന് 70ഓളം ആളുകളെ 70ന്റെ ചാപ്പയെ എന്റെ പിതൃവ്യനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായി ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്നുള്ള 70ഓളം ആളുകളെ ഞാൻ ചിത്രവധം ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ വരുന്ന നസ്റുൽ അമീൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഓതി കൊടുക്കുകയാണ്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. നബിയേ അങ്ങ് പ്രതികാരദാഹിയാകണ്ട, ഖുദിൽ അഫ്വ അങ്ങ് മാപ്പിനെ ഏറ്റെടുക്കണേ, വഅ്മുർ ബിൽ ഉർഫി മാന്യമായി സംസാരിക്കണേ, വഅഅ്രിദ് അനിൽ ജാഹിലീൻ മടയന്മാരായ വിഡ്ഢികളായ ജാഹിലീങ്ങളായ ആളുകളിൽ നിന്ന് അങ്ങ് തിരിഞ്ഞു കളയണേ.
എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ പോയി. ഹബീബായ റസൂലുള്ളാഹി ജിബ്രീലിനോട് ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദാ, എന്താണെന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ഖാല ലാ അദ്രി, ജിബ്രീൽ പറഞ്ഞു എനിക്കറിയില്ല. സുമ്മ ആദാ, പിന്നെ മടങ്ങി വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നല്ലാഹ യഅമുറുക അൻ തഅഫുവ അമ്മൻ സലമക. നബിയേ, ഇന്നല്ലാഹ യഅമുറുക, അങ്ങയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, അൻ തഅഫുവ അമ്മൻ സലമക, അങ്ങയോട് അക്രമം പ്രവർത്തിച്ചവരെ, അങ്ങയോട് അനീതി ചെയ്തവർക്ക് അങ്ങ് പുറത്തു കൊടുക്കണമെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വതസിലു മൻ ഖതഅക, അങ്ങയോട് ബന്ധം വിച്ഛേദിച്ചവരെ, ബന്ധം മുറിച്ചു കളഞ്ഞവരോട് അങ്ങോട്ട് ബന്ധം പുതുക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. വതഅതീമൻ ഹറമക, അങ്ങേക്ക് തടഞ്ഞു വെച്ച ആളുകൾക്ക് അങ്ങോട് കൊടുക്കണമെന്നാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. നബിയേ, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങ് മാപ്പാക്കണം, അഫ്വ നൽകണം, മാപ്പ് നൽകണം. അതാണ് ഏറ്റവും വലിയ പുണ്യകരമായ കാര്യമാണ്. പുറത്തു കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ സുദീർഘമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണമെന്ന് ശുപാർശ ചെയ്യാനും ആ ശുപാർശ ചെയ്യാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ മാതൃകയുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനൊരു കൊലപാതകിയാണ്. ആ സമയത്ത് ആ കൊലപാതകം നടത്തിയ കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ അയാളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ഇവന് മാപ്പ് നൽകുകയാണോ അതോ ഇവനോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണോ? സഹോദരൻ പറഞ്ഞു, ഞാൻ ഇവനെ കൊല്ലാൻ പോവാൻ, ഇവന് മാപ്പില്ല, ഞാൻ ഇവനെ അഫ്വ് കൊടുക്കൂല, എന്നാൽ നീ കൊണ്ടുപോയിക്കോളൂ, ഇവനെ നീ കൊലപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയക്കുന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്നു, മോനെ, നീ നിന്റെ സഹോദരനെ കൊന്ന് ഇവനെ കൊല്ലാൻ പോവാണോ അത് മാപ്പ് നൽകുകയാണോ? ഇല്ല നബിയെ, മാപ്പില്ല, ഇവനെ ഞാൻ കൊലയ്ക്ക് പകരം കൊല ചെയ്യാൻ പോവാൻ. മൂന്നാമതാം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ കൊണ്ടുപോയിക്കോ. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വിളിച്ചു, മോനെ, നിന്റെ സഹോദരനെ കൊന്ന ഇവനെ നീ മാപ്പ് നൽകുകയാണോ അതോ ഇവനെ നീ പുറത്തു കൊടുക്കുകയാണോ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ, അമാ ഇന്നക ഇൻ അഫൗത അൻഹു യബൂ ബിഇസ്മി വഇസ്മു സാഹിബി, ഇന്നേ ദിവസം നീ പാവപ്പെട്ട ഈ മനുഷ്യനെ, നിന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ കൊലയാളി, അവന് കൊലയ്ക്ക് പകരം കൊല എന്നൊക്കെ തന്നെയാണ് ശിക്ഷ. പക്ഷേ ഇന്നേ ദിവസം ഇവനെ നീ മാപ്പ് നൽകിയാൽ, നിന്റെ സഹോദരൻ ചെയ്ത കൊലപാതകത്തിന് നീ മാപ്പ് നൽകിയാൽ, യബൂ ബിഇസ്മി വഇസ്മു സാഹിബി, ഖിസാസിന്റെ കാരണം കൊണ്ട് ഇദ്ദേഹത്തിനുള്ള കുറ്റവും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇവൻ അല്ലാഹു തആല തൗബ നൽകും. നീ മാപ്പ് നൽകിയ കാരണം കൊണ്ട് കൊല്ലപ്പെട്ടു പോയ നിന്റെ സഹോദരന് അല്ലാഹു തആല മാപ്പ് നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. യമനിലുള്ള നിമിഷപ്രിയയുടെ വിഷയത്തിലും അതുപോലെയുള്ള സൗദി ജയിലിലുള്ള അബ്ദുറഹീമിന്റെ വിഷയത്തിലുമെല്ലാം ഈ ഇളവിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ഈ ആനുകൂല്യത്തിന്റെ വെളിച്ചത്തിലാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ശിക്ഷാ നിയമത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോകത്തുള്ള മറ്റുള്ള ശിക്ഷാവിധികളിലോ ഇതുപോലെ ഒരു പഴുത് കാണാൻ കഴിയില്ല. ഒന്നെങ്കിൽ ആ കുടുംബക്കാര് നിരുപാധികം വെറുതെ വിട, അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങി ദിയാദനം നൽകി ഒഴിവാക്കുക. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശിക്ഷാവിധികളുടെ പ്രസക്തിയാണ് വിളിച്ചോതുന്നത്. ഇങ്ങനെ ഒരു വിധത്തിലുള്ള ഇളവും നൽകാതെ, കുടുംബം മാപ്പ് നൽകാതെ, ഒരു തരത്തിലുള്ള ഇളവും നൽകാതിരിക്കുമ്പോൾ മാത്രമാണ് ഖിസാസ് നടപ്പാക്കുന്നത്, വധശിക്ഷ നടപ്പാക്കുന്നത്. അതാണ് നമ്മുടെ ചർച്ചകളിൽ ഇസ്ലാമിന്റെ ശിക്ഷാവിധികൾ പ്രാകൃതമാണെന്ന് പറയുമ്പോ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്രയും സുതാര്യമായി ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ, അവന്റെ മൂല്യമുള്ള ജീവിതത്തെ തിരിച്ചെടുക്കാൻ പര്യാപ്തമായ നിയമങ്ങളെ സന്നിവേശിച്ച മറ്റൊരു തരത്തിലുള്ള ശിക്ഷാവിധികളും ഇല്ല എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശിക്ഷാവിധികളെ പ്രസക്തമാക്കുന്നത്.
അങ്ങനെ ഒരു തരത്തിലും വിട്ടുവീഴ്ച നൽകാതെ, കുടുംബം മാപ്പ് നൽകാതെ, ബ്ലഡ് മണി വാങ്ങാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. അത് അനിവാര്യമാണ്. കാരണം മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ അവന് കർശനമായ നിയമങ്ങൾ ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 179-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ഓ ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങളുടെ ജീവന്റെ നിലനിൽപ്പ് അത് കൊലയ്ക്ക് പകരം കൊല, കർശനമായ നിയമങ്ങൾ അത് അനിവാര്യമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും പ്രാകൃതമല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഹോളുകൾ ചെറിയൊരു അവസരം അവനുണ്ടെങ്കിൽ ആ മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന പരിശുദ്ധമായ കാരുണ്യത്തിന്റെ മതം മാലോകർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ഇവിടെ വിഷജീവികളെ കാണുന്നു. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ഇടപെടലിലൂടെ നിമിഷപ്രിയ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സഹോദരി, അവർ കുറ്റവാളിയാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നിയമത്തിന്റെ ആനുകൂല്യങ്ങളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോ അവിടെ തിരിപ്പുണ്ടാക്കുന്ന വിഷജീവികളെ നാം കാണാതിരുന്നുകൂടാ. ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ കൃത്യമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെയുള്ള ഇടപെടലുകളാണ്, ഇടപാടുകളാണ് നടക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യജീവന്റെ വില അത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിന്റെ ശിക്ഷാവിധികൾ അത് വളരെ യുക്തിഭദ്രവും നീതിയുമാണ്. എത്ര കഠിനമായ പ്രയാസമുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ് ഏറ്റവും ഉദാത്തമായ സ്വഭാവം. ജീവിതത്തിൽ വിട്ടുവീഴ്ചയുള്ളവരായി നമ്മൾ മാറണം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പരിശുദ്ധമായ ഇസ്ലാമിന്റെ യശസ്സ് ഉയർത്താൻ, പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ എല്ലാം തൊടുന്നത് മുഴുവനും വർഗീയമായി ചിത്രീകരിക്കുമ്പോൾ ഇസ്ലാമിന്റെ സദ്ഭാവനയെ, ലോകത്തോടുള്ള മാനവികമായ മൂല്യങ്ങളോടുള്ള കാഴ്ചപ്പാടിനെ ലോകസമക്ഷം ഉയർത്താൻ ഇതുപോലെ ഇടപെടലുകൾ കാരണമായി എന്നത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.